നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം നിരത്തുകൾ മരണക്കെണിയായി മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഒരു ന്യൂസ് കേട്ടതാണ്. 7 മണിക്ക് ഒരു ലോറി ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേര് മരിച്ചു, ഒരു വിദ്യാർത്ഥി എന്നും 5 പേർക്ക് അധികം പരിക്കുകളോടെ ആശുപത്രിയിലുണ്ട് എന്നും അറിഞ്ഞു. ഈ സമയത്ത് പോലും ഒരു കാര്യം ആലോചിക്കുക. അവിടെ നിന്ന് ദൃക്സാക്ഷികൾ പറയുന്നത് സ്പീഡ് കൂടുതലായിരുന്നു വണ്ടിക്ക്, ലോറിക്ക് സ്പീഡ് കൂടുതലായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, ഈ ലോറിക്ക് സ്പീഡ് കൗണ്ടർ കൃത്യമായി പിടിപ്പിക്കാൻ സാധിച്ചില്ലേ? അല്ലെങ്കിൽ സർക്കാർ, പോലീസ് കൃത്യമായി ടെസ്റ്റ് നടത്തുന്നതാണ് നമ്മുടെ ഈ നാട്ടിൽ. കൃത്യമായി വണ്ടി ടെസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ട പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വീഴ്ച സംഭവിച്ചോ? അല്ലെങ്കിൽ ആ അപകടം മനഃപൂർവ്വം കരുതി കൂട്ടിയതാണോ? ഇതൊക്കെ ഒരു ചോദ്യം ആണ്, എൻ്റെ വ്യക്തിപരമായ ഒരു ചോദ്യങ്ങളാണ്. കാരണം 7 മണിയാകുമ്പോൾ ബസ് കാത്തുനിന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് അവിടെ ആ വാഹനം ഇടിച്ചു കയറിയത്. അല്ലെങ്കിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടായിരിക്കാം. കാലപ്പഴക്കം ഉണ്ട് ആ വണ്ടിക്ക് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം, കാണുമ്പോൾ തന്നെ അറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ നടക്കുമ്പോൾ മാത്രം സർക്കാർ കണ്ണ് തുറക്കുകയും പിന്നെ കണ്ണടക്കുകയും ചെയ്യുന്നത്? ഇങ്ങനെ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇനി എന്തോരം പേരുടെ ജീവൻ നിരത്തുകളിൽ പൊലിയും എന്നുള്ളത് സർക്കാരിന് മാത്രം അറിയാവുന്ന ഒരു കണക്കാണ്. എല്ലാവർക്കും ബോധവൽക്കരണവും അതുപോലെ തന്നെ എല്ലാവരെയും പിടിച്ച് വെറ്റിയടിക്കുന്ന പോലീസ്, വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാരൊന്നും ഇതൊന്നും കാണുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആ ലോറിയുടെ കാര്യത്തിൽ നിങ്ങൾ കണ്ണടച്ചതാണോ? എല്ലാവരുടെയും ചോദ്യം പോലെ തന്നെയാണ് എൻ്റെ ചോദ്യം. പാവപ്പെട്ടവൻ മദ്യം മേടിച്ചാൽ അതിനു പറ്റി, സർക്കാർ തരുന്ന സാധനം വീട്ടിലിരുന്ന് കഴിച്ചാൽ പറ്റി, അതുപോലെ തന്നെ ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അതിന് പറ്റി. എല്ലാത്തിനും 500 വെച്ച് പെറ്റിയടിക്കുന്ന പോലീസുകാർ, അല്ലെങ്കിൽ അതിന് നിയമപ്പെട്ട ഗതാഗത വകുപ്പ് ഭരിക്കുന്ന ആൾക്കാർ, ഇവരോടൊക്കെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ അപകടം നടക്കുമ്പോൾ മാത്രം കണ്ണു തുറന്നാൽ ഒരുപാട് ജീവനുകൾ ഇനിയും നിരത്തിൽ പൊലിയുക തന്നെ ചെയ്യും. അപകടം നടക്കുന്നതിന് മുമ്പായി നിങ്ങൾ കണ്ണ് തുറക്കുക. തുറന്നിരുന്നെങ്കിൽ ഇന്ന് ആ 3 പേരുടെ ജീവൻ ഇപ്പോൾ ബലി കൊടുക്കേണ്ടി വരില്ല. സംഭവിക്കുന്നത് എല്ലാ തലപ്പത്തും മുന്നിൽ തന്നെയാണ്. കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് സംഭവിച്ചതെന്നാണ് എൻ്റെ അറിവ്. എന്തുകൊണ്ടാണ് ജനങ്ങളെ പിഴിയുന്ന ഈ പോലീസുകാർ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇടിച്ചു പിഴിയുന്ന, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന പോലീസുകാർ, അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എന്താണ് ഇതുപോലുള്ള കാഴ്ചകൾക്ക് കണ്ണടയുന്നത്? ഇതിനു മുമ്പ് എറണാകുളത്ത് ഒരു ടൂറിസ്റ്റ് വാഹനം മറിഞ്ഞ് ഒരു 9 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം. ഒരു ടൂറ് പോയ കുട്ടികളാണ് അതിൽ പെട്ടത്. അന്ന് കളർ കോഡായി ബസ്സിന്. എല്ലാം വെള്ള പെയിൻറ്റ് മതിയെന്നും പറഞ്ഞ് കളർ കോഡായി. ആ നിയമം തിരുത്തിയത് നമ്മുടെ വി ഡി സതീശൻ സാർ വന്നപ്പോഴാണ്. നിയമങ്ങൾ തിരുത്താം, അല്ലെങ്കിൽ വളച്ചൊടിക്കാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ സാധാരണക്കാർ, ഒന്നും അറിയാത്തവരാണ് ആ വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്ത്. 2 പേര് പുരുഷന്മാരാണ്. അന്നത്തെ ആഹാരത്തിന് വേണ്ടി ചിലപ്പോൾ പണിക്ക് പോയവരായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ പിള്ളേരെ പോറ്റാൻ പോയവരായിരിക്കാം. ഒരു വിദ്യാർത്ഥിയാണ് അവിടെ ജീവൻ പൊലിഞ്ഞത്. 5 പേരിൽ ഒരാളുടെ നില അവസാനം കിട്ടുന്ന വിവരം അനുസരിച്ച് ഗുരുതരമാണ്. ഇത് കൃത്യമായ ഒരു നിയമമാണ് ഇതിന് പാലിക്കേണ്ടത്. 9 മണി സ്കൂൾ ടൈമിൽ മാത്രം ലോറി ഇട്ടുകൊണ്ടുള്ള നിയമം ശാശ്വതമല്ല എന്ന് ഇവിടെ നമുക്കറിയാം. അതുകൊണ്ട് ലോറിയുടെ കൃത്യമായ ഫിറ്റ്നസ്, കൃത്യമായ പേപ്പർ ഭാഗം ക്ലിയർ ആണോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏമാമാർ തണൽ നോക്കി നിൽക്കാതെ വെയിലത്തിറങ്ങി കൂടി അധ്വാനിക്കാനുള്ള കഴിവ് മനസ്സ് കാണിക്കുക. കാരണം റോഡിൽ നാഷണൽ ഹൈവേ പോലുള്ളതിൻ്റെ സൈഡിൽ മരത്തിൻ്റെ സൈഡിൽ വണ്ടി ഇട്ടതിന് ശേഷം ഇരുന്ന് ചായ കുടിക്കുന്ന ഓഫീസർമാരെ നമുക്ക് വഴിനിരത്തുകളിൽ കാണാൻ സാധിക്കും. കാരണം മെയിൻ റോഡിൽ 30 എന്നൊരു ഡേറ്റ് ഉണ്ട്. 28-ാം തീയതി 25-ാം തീയതി തൊട്ട് പിരിക്കാൻ തുടങ്ങും റോഡുകളിൽ. ഹെൽമെറ്റ് വെച്ചിട്ടില്ലേ? അല്ലെങ്കിൽ 2 പേരാണോ? 2 പേർക്ക് ഹെൽമെറ്റ് ഉണ്ടോ? ഇതൊക്കെ നോക്കി തണലത്ത് നിൽക്കാതെ ഏമാന്മാർ വെയിലത്തിറങ്ങി അധ്വാനിക്കുമ്പോൾ ഇതുപോലത്തെ വണ്ടിക്ക് ബുക്കും പേപ്പറും ഉണ്ടോ എന്ന് തന്നെ സംശയപ്പെടുന്ന പല വാഹനങ്ങളും നിരത്തിലിറങ്ങുന്നത് കാണാം. നിയമമായിട്ടല്ല, നിയമമില്ലാതെ അവരെ കൂട്ടാൻ സാധിക്കും. പാവങ്ങളുടെ അരയ്ക്ക് കുത്തിപ്പിടിക്കുന്ന പോലീസിനോടും ആ വകുപ്പിലിരിക്കുന്ന മന്ത്രിയോടും ഒറ്റ ചോദ്യം: പാവപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ റോഡിൽ നിരത്തിൽ തീർന്നാൽ മതിയോ? എല്ലാ അപകടം നടക്കുമ്പോഴും മന്ത്രിമാരെല്ലാം ആശുപത്രിയിലേക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുവാനുള്ള തിറിയിൽ ഓടിയെത്തുന്നത് കാണാം. എന്തിനു വേണ്ടിയാണ്? എന്താണ് ഈ പ്രഹസനം? ആര് ഭരിച്ചാലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഓടി ഇങ്ങ് വരും. മന്ത്രി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു, സംഭവ സ്ഥലത്തേക്ക് മന്ത്രി എത്തി, കളക്ടർ എത്തി എന്നുള്ള ന്യൂസ് ഞങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ്. കേട്ട് മടുത്ത വാചകങ്ങളാണ് ഇതെല്ലാം. മന്ത്രിയാണ്, ജനപ്രതിനിധിയാണ് എത്തുന്നത്. അല്ലാതെ അവിടെ ഒരു വലിയ സിനിമാ നടന്മാരോ അല്ല, അവരാരോ അല്ല എത്തുന്നത്. മന്ത്രിയാണ്. മന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ പബ്ലിസിറ്റി ഒന്നും വേണ്ട, സാധാരണക്കാരൻ തന്നെയാണ്. പദവിയാണ് മന്ത്രി എന്നുള്ള ഉൾക്കൊള്ളുക.
നിങ്ങളെല്ലാം ഓടി പിടിച്ച് വരുമ്പോൾ അവിടെ തിരക്ക് വീണ്ടും കൂടുകയുള്ളൂ. കാരണം നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ വന്ന് ആശുപത്രി നിറയും. അപ്പോഴും അവിടെ സത്യം പറഞ്ഞാൽ സാധാരണക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കാരണം ഒന്ന് മരുന്ന് മേടിക്കാൻ വരുന്നവർ, ചീട്ടെടുക്കാൻ വരുന്നവർ, അവർ ബുദ്ധിമുട്ടാണ് സാർ അവിടെ അനുഭവിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം നിങ്ങളെത്തണ്ട, പക്ഷേ ഡോക്ടർമാർ കൃത്യമായി അവിടെ സേവനം ചെയ്യുകയാണെങ്കിൽ പല ജീവനും രക്ഷപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾ അവിടെ ഓടിയെത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഒരുക്കുമ്പോൾ സാധാരണക്കാരെ അവിടെ നിന്ന് കഷ്ടപ്പെടുകയാണ് ഏതൊരു ആശുപത്രിയിലും കാണുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് നിങ്ങൾ താമസിച്ചെത്തിയാലും മതി. കാരണം ജീവനാണ് വലുത്. ആദ്യം ജീവൻ എത്തിക്കാനുള്ള രക്ഷാപ്രവർത്തകരടക്കം ആശുപത്രിയിലേക്ക് ആൾക്കാരെ മാറ്റാനുള്ള തയ്യാറെടുപ്പാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങോട്ട് മന്ത്രി ഓടി വന്നിട്ട് പാർട്ടിക്കാർ വീണ്ടും അവിടെ കൂടി വീണ്ടും ഒരു തിരക്ക് കൂട്ടുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഇതുപോലുള്ള അപകടങ്ങൾ വരാതിരിക്കുവാനുള്ള കൈകോർക്കുകയാണ് ചെയ്യേണ്ടത്. ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങളോടൊപ്പം ചേർത്ത് അതിനുള്ള നിയമ സാധ്യതകൾ തേടേണ്ടതാണ്. അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ നിരത്തുകളിൽ ജീവൻ പൊലിഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മൾ വാർത്തയായി കണ്ടുകൊണ്ടേയിരിക്കും. 2 ദിവസം കഴിയുമ്പം ന്യൂസുകാർ ഈ ന്യൂസ് വിടും. ചിലപ്പോൾ സ്പീഡ് കൗണ്ടർ ഘടിപ്പിച്ചിട്ടില്ല, ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ല, ഡ്രൈവറുടെ ബ്രേക്ക് പോയി, വണ്ടിയുടെ ബ്രേക്ക് പോയി, അല്ലെങ്കിൽ ഓവർ സ്പീഡ് ആയിരുന്നു എന്നും പറഞ്ഞ് ഈ ന്യൂസ് 2 ദിവസം കഴിയുമ്പോൾ ന്യൂസ് ചാനൽ വിടും. പിന്നെ ആർക്ക് പോയി? ആ കുടുംബത്തിന് പോയി. ചിലപ്പോൾ 2 പുരുഷന്മാർ മരിച്ചു എന്ന് അറിഞ്ഞു. അവർ ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ അത്താണി ആയിരുന്നു ഇരിക്കാം. അന്നത്തെ ആഹാരം കണ്ടെത്താൻ പണിക്ക് പോയിരുന്നവരായിരിക്കാം. അവർക്ക് ആര് നഷ്ടം കൊടുക്കും? സർക്കാർ കൊടുക്കുന്ന ഒരു 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപയോ അല്ല ഒരു ജീവൻ്റെ വില. സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചതാണ് എല്ലാ ചികിത്സാ ചെലവും സൗജന്യമായി സർക്കാർ ഹോസ്പിറ്റലിൽ ഏറ്റെടുക്കും എന്ന്. പരിക്കേറ്റവരുടെ എല്ലാ ചികിത്സാ ചെലവും. എന്തിനാണ് സാർ? എന്തിനാണ് ഏറ്റെടുത്തിട്ട് എന്താണ് അതിലുള്ള ഗുണമുള്ളത്? അതുപോലെ സത്യം പറഞ്ഞാൽ നിങ്ങൾ അവിടെ കാണിക്കുന്നതും പരിഹസിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ പോലും സാധാരണക്കാരൻ ആശുപത്രി പൈസ മുടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പരിഹസിക്കുകയാണ്. അങ്ങനെ പരിഹസിക്കുകയല്ല ചെയ്യേണ്ടത്. അതേസമയം നൂതനമായ വഴി, കൃത്യമായ ബസ് സ്റ്റോപ്പുകളിൽ കൃത്യമായ ബാരിക്കാർഡ് സ്ഥാപിച്ച് ആ ബസ് വന്ന് നിർത്തുമ്പോൾ മാത്രം തുറക്കുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റം പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വെയിറ്റിംഗ് ഷെഡ് എത്ര പരിധിക്ക് ദൂരം വേണോ അത്ര പരിധിക്ക് വെയിറ്റിംഗ് ഷെഡ് ആക്കുക. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്ന അനാവശ്യമില്ലാതെ വായി നോക്കാൻ നിൽക്കുന്ന അല്ലെ അനാവശ്യമില്ലാതെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റുവാനുള്ള ഗൈഡ് പോലീസുകാരെ അവിടെ സ്ഥിരമായി നിർത്തുക. അതുപോലെ തന്നെ ഒരു പോലീസ് ഡ്യൂട്ടി എല്ലായിടത്തും കൃത്യമായി നിർത്തുക. എൻ്റെ നാട്ടിൽ ഇവിടെ കട്ടപ്പനയിൽ പള്ളിക്കവല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൃത്യമായി ബ്ലോക്ക് യൂട്ടേൺ ഉണ്ട്. അവിടെ ഒരു പോലീസുകാരൻ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അതെപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ സ്കൂൾ ടൈം ആയി കഴിയുമ്പോൾ അവിടെ പോകാൻ ഓരോ വാഹനത്തിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാണുന്നതാണ്. കാരണം 3ആയി തിരിയുന്ന ഒരു വഴിയാണ്. ഇവിടെ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് പല നിർദ്ദേശങ്ങളും പല ബഡ്ജറ്റുകളിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പിലാക്കാത്ത നാട് കൂടിയാണ് എൻ്റെ. അത് ഞാൻ എൻ്റെ തന്നെയല്ല, കേരളത്തിൽ ഒരു വകുപ്പും ഒന്നും നടപ്പാകുന്നില്ല. അത് സത്യമായ ഒരു കാര്യമാണ്. കേരളത്തിൽ ഒന്നും നടപ്പാകുന്നില്ല. പകുതി എല്ലാം വെച്ച് മുറിച്ച് കളയുകയാണ് കേരളത്തിലെ ഭരിക്കുന്നവർ. മാറി ഭരിക്കുന്നവരും അവർക്ക് കിട്ടേണ്ട കൈക്കൂലി കൈപ്പറ്റി കഴിയുമ്പം പിന്നെ ഒന്നുമില്ല. പിന്നെ അതുമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെയുള്ള വാർത്തകൾ നമ്മൾ വാർത്തയായി മാറാതെ നാളെ നമ്മളുടെ വരും തലമുറകൾക്ക് വേണ്ടി ആയുസോടെ ഇരിക്കുന്ന അച്ഛനമ്മമാരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. നിരത്തുകളുടെ അപകടം കുറയ്ക്കുവാൻ അതിന് വേണ്ട സാങ്കേതിക വിദ്യകളോട് കൂടിയുള്ള വെയിറ്റിംഗ് ഷെഡുകൾ നമുക്ക് അനിവാര്യമായി മാറിക്കഴിയും. 3 കസേരയും അതിൽ 20 പേര് നിൽക്കുന്ന 50 കൊല്ലം പഴക്കമുള്ള വെയിറ്റിംഗ് ഷെഡുകൾ പൊളിച്ചു കളഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങണം. മതിലുകൾ റോഡിന് തൊട്ട സൈഡിൽ നിൽക്കുമ്പോൾ ഇന്ന കിലോമീറ്ററിൽ ബസ് നിർത്തണമെന്നും കൃത്യമായ സ്റ്റോപ്പുകളിൽ ബസ് നിർത്തണമെന്നും ആവശ്യപ്പെടുക. അത് കൃത്യമായ തിരക്കില്ലാത്തടത്തും വളവില്ലാത്തടത്തുമായി ആ വെയിറ്റിംഗ് ഷെഡ് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ കണ്ടെത്തി അതുപോലെ മുന്നോട്ട് മരണക്കെണിയിൽ പെടാതെ ഒരു കുടുംബവും അനാഥമാകാതെ കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഭരണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇതുവരെയുള്ള നിങ്ങളുടെ ഭരണത്തിൽ ഞങ്ങളെ തോൽപ്പിക്കുകയാണ്. ജനങ്ങളുടെ മനസ്സ് തന്നെ തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തോറ്റാൽ ഞങ്ങൾ തോക്കുന്നതിന് തുല്യമായി കണ്ടാണ് നിങ്ങളെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ മുന്നിൽ എത്തും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഈ പറയുന്നത്. ദയവായി ജനങ്ങളെ പറ്റിക്കരുത്, വഞ്ചിക്കരുത്. ഒന്നും നേടുവാനില്ല. ജനങ്ങളുടെ ജീവൻ ഏറ്റവും വലുത് തന്നെയാണ്. അത് കൈകോർക്കുവാൻ ജനങ്ങളുടെ അഭിപ്രായം കൂടി നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് തന്നെ പുതിയ നിയമനിർമ്മാണം നടപ്പാക്കി, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡുകൾ കൃത്യമായ രീതിയിൽ അകലം പാലിച്ചുകൊണ്ട് ബസ്സിൻ്റെ സ്റ്റോപ്പിൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ ബ്രേക്ക് ഇല്ലാതെ വരുന്ന ലോറികളുടെ ബ്രേക്ക് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റിങ്ങിലല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വെഹിക്കിൾമാർ വഴി തടയുമ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ കൂടിയുള്ള മനസ്സ് കാണിക്കണം. അല്ലാതെ അവർക്ക് പെറ്റിയടിച്ചു, ആ പെറ്റി പൈസ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അതിനെപ്പറ്റി ഒരു വാർത്തയില്ലാതെ പോകരുത്. ഏതെങ്കിലും വണ്ടി കൃത്യമായ സംശയമായ രീതിയിൽ തോന്നിയാൽ അതിനെ കൃത്യമായ രീതിയിൽ പരിശോധിക്കാനുള്ള ആർജവം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും കാണിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അത് പോട്ടെ, അപകടം വന്നിട്ട് നോക്കാമെന്നിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ അപകടങ്ങൾ നമ്മുടെ നിരത്തിൽ ഓരോ ജീവനും വിലപ്പെട്ട ജീവനുകളും ബലി കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് കണ്ണു തുറക്കൂ. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപേക്ഷയാണ്. ഇതുവരെ സബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്ത്
ഒന്ന് സപ്പോർട്ട് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ പറയുവാനുള്ള ഓരോ കാര്യങ്ങളും ഇനിയും മുന്നോട്ടും എനിക്ക് പറയുവാൻ നിങ്ങൾ തന്നെയാണ് തുണ.